അബുദാബിയിൽ നടക്കുന്ന IFMA വേൾഡ് മുയ്തായ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ 10 വയസ്സുകാരൻ കുറുവങ്ങാട് സ്വദേശി വസുദേവ് അരവിന്ദ്. ഒരു റിപ്പോർട്ട്. ലഹരിക്കടിമപ്പെടുന്ന ഈ കാലഘട്ടത്ത് മുയ്തായിയെ ലഹരിയാക്കി മാറ്റിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. വസുദേവ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? എത്ര വർഷമായിട്ട് സാറിന്റെ കീഴിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? ഞാൻ 7 വർഷമായി സാറിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഞാൻ ആദ്യം പോയത് ഡാൻസിനായിരുന്നു. അതൊരു 3 വയസ്സിന് അത് എനിക്കൊരു ചേർന്നില്ല. അതല്ല, ബാക്കിയുള്ളവരാരും ശ്രദ്ധിക്കുന്നുമില്ല എനിക്കെയും. പിന്നെയാണ് ഞാൻ 2018 ഏപ്രിലിൽ ആണ് ഞാൻ കരാട്ടെ പഠിക്കാൻ തുടങ്ങിയത്. അച്ഛനും അമ്മയും ചേർത്തിയാണ്. 3.5 വയസ്സുള്ള ഒരു കുട്ടി ഈ ഒരു ഫീൽഡിലേക്ക് സാറിന്റെ ശിഷ്യനായി വന്നപ്പോൾ സാർ എങ്ങനെയാണ് അത് എടുത്തത്? എങ്ങനെയാണ് അവന് പരിശീലനം കൊടുത്തത്? 3.5 വയസ്സിൽ വസു ക്ലാസ്സിൽ വന്ന സമയത്ത് കരാത്തേക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കരാത്തെ ഞാൻ മാഷോട് പറഞ്ഞ, അരവിന്ദൻ സാർ എൻ്റെ ഫ്രണ്ടാണ്, മാഷോട് പറഞ്ഞതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കളിച്ച് പോയിക്കോ, പക്ഷേ നമുക്ക് ഗ്രേഡിങ്ങിൻ്റെ ലെവലിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങിലേക്കോ എത്തൂല, കളിച്ച് നടക്കേണ്ട പ്രായമാണ് കുട്ടികളത്. ആ സമയത്ത് പക്ഷേ വസു നല്ലൊരു ടാലൻ്റുള്ള കുട്ടിയായിരുന്നു, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. കരാത്തേൽ ആ 4 മാസം കൂടുമ്പോഴാണ് ഗ്രേഡിങ് വരുന്നത്. ഫസ്റ്റ് ഗ്രേഡിങ് തന്നെ അവന് ബെൽറ്റിൻ്റെ എക്സാമൊക്കെ പാസ്സായി. പതുക്കെ ഈ മുവത്തായി കിക്ക് ബോക്സിങ്ങിലേക്ക് താല്പര്യം കാണിച്ചു. ആ ഒരു രീതിയിലേക്ക്, ഈ നിലയിലേക്ക് എത്തി. തായ്ലാൻഡിൽ നിന്ന് ഉത്ഭവിച്ചത് ഇന്ന് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ആയോധന കലയാണ് മുവത്തായി. 153 രാജ്യങ്ങൾ IFMA മെമ്പറാണ്, ഇൻ്റർനാഷണൽ ഫെഡറേഷനിലെ മെമ്പറാണ്. ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് 10 വയസ്സുള്ള ഒരു കുട്ടി പങ്കെടുക്കുന്നത്. അത് നമുക്കും ക്ലബിനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ആയോധന കലകളോടും അല്ലെങ്കിൽ കളരി അങ്ങനത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണ്ട് കാലത്ത് അല്ലെങ്കിൽ ഞാൻ ചെറുതായിരുന്ന കാലത്തൊക്കെ തന്നെ കളരിക്കൊക്കെ തന്നെ ഒരു ലെവൽ വരെ നമുക്ക് പറ്റും. അതിനുശേഷമുള്ളത് അതൊരു ഫൈറ്റാണ്, അത് പ്രശ്നങ്ങളാണെന്നുള്ളൊരു പാരൻസിന് ഒരു പേടിയുണ്ടാവും. പക്ഷേ അതുപോലെ ആ ഒരു മേഖലയിലേക്ക് ഇവൻ എത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കും എൻ്റെ വൈഫിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോരോ മേഖലയിലേക്ക് എത്തിച്ചു നോക്കി. പക്ഷേ നമ്മളൊരു കുട്ടിയുടെ മുമ്പിലേക്ക് നമ്മൾ എല്ലാ ചാൻസും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ അവന് സെലക്ട് ചെയ്യുന്നൊരു ഇതിലേക്ക് എത്തണം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിൽ അവന് പാട്ട് പാടൽ, അഭിനയം, ഈ സംഭവങ്ങളൊക്കെ അവന് ഇഷ്ടമാണെങ്കിലും ഫൈറ്റിങ്ങിനോട് അല്ലെങ്കിൽ അവൻ്റെ ഒരു ജനിച്ച സമയത്ത് തന്നെ നമ്മളെ കയ്യിൽ മുറുക്ക പിടിക്കുമല്ലോ, ആ മുറുക്ക പിടുത്തത് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ഇവനൊരു ഫൈറ്റർ ആക്കണം എന്നുള്ളൊരു ചിന്ത ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 3.5 വയസ്സിൽ അല്ലെങ്കിൽ ഒരു 3 വയസ്സിൽ പറഞ്ഞതുപോലെ നമ്മളൊരു ഡാൻസിൻ്റെ ക്ലാസ് കൊണ്ടുപോയി. അപ്പോൾ അതിനോട് അത്ര താല്പര്യം കാണിച്ചില്ല. നേരെ ഞങ്ങൾ രാജ്മോഹൻ സാറിൻ്റെ ടൊർണാഡോ ഫൈറ്റ് ക്ലബ്ബിലേക്കാണ് മാവിൻചോട് എത്തിച്ചത്. അപ്പോൾ അന്ന് മുതൽ വളരെ എന്താ പറയുക, ഇതിന് ഏതൊരു ആയോധന കല അല്ലെങ്കിൽ ഏതൊരു ഫൈറ്റ് സംഭവം പഠിക്കുമ്പോഴും നമുക്ക് ഒരു റെസ്പെക്റ്റ് വേണം, ഗുരുവിനോടുള്ള റെസ്പെക്റ്റ് വേണം. അതുപോലെ തന്നെ മുന്നിലെത്തുന്ന ശിഷ്യന്മാരെ വളരെ ഇതായിട്ട് ക്ലിയറായിട്ട് കുട്ടികളെ നേരായ വഴിക്ക് എത്തിക്കാനുള്ള സംഭവം വേണം. അത് രണ്ടും കൂടി ചേർന്ന് എത്തിയതാണ് ഈ ഒരു റിസൾട്ടിലേക്ക്. കാരണം ഒരു കുട്ടി മുന്നിലെത്തുമ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങളും ആ കുട്ടിയുടെ ദിനചര്യ, എല്ലാ കാര്യങ്ങളും, ഭക്ഷണക്രമവും ഒക്കെ തന്നെ മാഷ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ എന്നേക്കാൾ ഒരു മാതാപിതാ ഗുരു എന്നല്ല, ശരിക്കും ഗുരു കഴിഞ്ഞിട്ടാണ് എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ അവന് അത്രയും റെസ്പെക്റ്റാണ്. ഈ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് എത്തിയത്. അപ്പോൾ ആദ്യമൊക്കെ തുടക്കത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. 120-ലേറെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന അബുദാബിയിൽ വെച്ച് നടക്കുന്ന ഇഫ്മ വേൾഡ് യൂത്ത് മൊയ്തായ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ ആദ്യ 10 വയസ്സുകാരനാണ് വസുദേവ്.